പ്രിയമുള്ളവരെ, നമ്മുടെ വട്ടവടയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് എത്തിച്ചേരാവുന്ന ഗുണ കേവ് പോലെ മനോഹരമായ ഒരു ഗുഹയാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഗുഹാസങ്കേതമാണ് ചിലന്തിയാർ ഗുഹ. ഇവിടേക്ക് വട്ടവടയിൽ നിന്ന് എത്തിച്ചേരാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ ജീപ്പിൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ. അത്രയും ഭീകരമായ വഴിയും സങ്കേതവുമാണ്. ധാരാളം യാത്രക്കാരെ ആകർഷിക്കുന്ന ഒരിടമാണ് ഈ ചിലന്തിയാർ ഗുഹ. മഴക്കാലത്ത് ഇതിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വേനൽക്കാലമാണ് ഇവിടെ എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല സമയം. ഇതിൻ്റെ ഓരോ വഴികളിലൂടെയും പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന അത്ഭുതകരമായ കാഴ്ചയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള വഴികളുണ്ട്. ആ വഴി ഏകദേശം വട്ടവടയിൽ നിന്ന് എത്ര കിലോമീറ്ററാണ്? വട്ടവടയിൽ നിന്ന് ഇങ്ങോട്ട് 15 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കിങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഗൈഡുകളുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം, അകത്തോട്ട് നമുക്ക് കണ്ണെത്താൻ പറ്റാത്തത്ര ഇരുട്ട് നിറഞ്ഞ വഴികളാണ്. ഇവിടെയൊക്കെ ആളുകൾ നൂണ്ട് ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നു പോകാം. വളരെ രസകരവും എന്നാൽ ശ്രദ്ധിക്കേണ്ടതുമായ, നൂണ്ട് അപ്പുറത്ത് കടക്കാവുന്നതുമായ വഴികളോടുകൂടി ഇരുട്ട് നിറഞ്ഞ ഒരു പ്രദേശമാണിത്. ഇവിടെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ അറിവ് നൽകാനായിട്ട് ഈ പ്രദേശത്ത് കൃത്യമായിട്ടറിയുന്ന ഒരു ആൾ നമ്മളോടൊപ്പം ഉണ്ട്. വരുന്നവർക്കത് വളരെ പ്രയോജനപ്പെടും. പക്ഷേ പേരെന്താണ്? മണികണ്ഠൻ. ഇവിടുത്തെ ഡ്രൈവറാണല്ലേ? 15 കിലോമീറ്റർ ഉണ്ടെന്നാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്താണ്? ഇതിനോടനുബന്ധമായിട്ട് ചിലന്തിയാർ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമുണ്ട് അല്ലേ? ഓക്കെ. നമ്പർ എന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൂടെ പറഞ്ഞു. 94 46 13 85 89. പക്ഷേ പേരെന്താണ്? മണികണ്ഠൻ. അപ്പോൾ ഇവിടെ വരുന്നവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മണികണ്ഠൻ്റെ നേതൃത്വത്തിലുള്ള ടീമുണ്ട്. അവർ വളരെ സുരക്ഷിതമായിട്ട് ഇത്രയും മനോഹരമായ ഈ ഗുഹയിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഇറക്കി നൂണ്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളെ കാണിച്ചു തരും. ഇവിടെ സഞ്ചാരികളുടെ ഒരു പർദീസയാണ്. നോക്കാം, ഈ സ്പോട്ട് കണ്ടെത്തിയത് ഞങ്ങളാണ്. നമ്മൾ സാധാരണ പോകുന്ന മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകളെക്കാളും ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. എല്ലാവരും വരിക. നല്ലൊരു അനുഭവമാണ് അല്ലേ? യാത്ര നല്ലൊരു അനുഭവമായി. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു സൈഡ് വഴി വ്യൂ മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്തത്രയും ദൂരത്ത് അവിടുന്ന് വെട്ടം കാണുന്നുണ്ടോ? ആളുകൾ അതിലെ കൂടെ ഇറങ്ങിയിട്ട് വരികയാണ്. കാണുന്നുണ്ടോ? അത് പതുക്കെ ഇങ്ങോട്ട് നടന്നിങ്ങോട്ട് വരികയാണ്. ആൾക്കൂട്ടത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അപ്പുറം കൂടെ മുകളിലൂടെ എത്താവുന്ന വഴികളും ഉണ്ട്. വളരെ മനോഹരമായ ഒരു പ്രദേശം എന്നുള്ള നിലയിലാണ് ഇതിൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ സുന്ദരമായിട്ടുള്ള കുറേ കാഴ്ചകൾ കാണാം. ഒരു മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും, ഇതുവരെ എത്താത്തവർക്ക് ഈ വട്ടവട വന്നാൽ പ്രധാനമായിട്ടും എത്തിച്ചേരേണ്ട ഒരു പ്ലേസ് എന്നുള്ള നിലയിലാണ് ഇതിനെ കാണേണ്ടത്. ഇവിടെ വേറെ 1-2 സ്ഥലങ്ങൾ കൂടെ ഉണ്ട്. ഇതിനോടനുബന്ധിച്ച് മുകളിലോട്ട് കയറാവുന്ന സഞ്ചാരികളുടെ ഒരു പർദീസയാണ്. മുകളിലേക്ക് കയറി പോയി അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ഗുഹയുടെ ഉള്ളിലൂടെ ഇങ്ങേ സൈഡിലേക്ക് വരാവുന്ന പുനർജനി പോലെയുള്ള വരാവുന്ന വഴികളുമുണ്ട്. ആളുകൾ നൂണ്ടിറങ്ങുവാനായിട്ടുള്ള ഉണ്ടോ, ഇതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി പോകാനായിട്ടുള്ള ഗുഹയുടെ വഴികളാണ്. ആളുകൾ ഇറങ്ങി കയറി വരുന്നുണ്ടോ? രസകരമായിട്ടുള്ള ആൾക്കാർ വരുന്ന വഴികളാണ്. മുന്നേ എൻ്റെ അകത്ത് ഇറങ്ങിയാ എങ്ങനെയുണ്ട് അത്? അടിപൊളിയാണ്. എല്ലാവരും ഇങ്ങോട്ട് കയറി വരുന്നല്ലേ? ആണോ? എന്താ മോൻ്റെ പേരെന്താ? ഓക്കെ.
എങ്ങനെയുണ്ട് മാഷേ കാഴ്ച? ഇച്ചിരി ജസ്റ്റ് ഉണ്ട് കാട് നേരെ മുകളിൽ കൈ പിടിച്ചിട്ട് കയറുന്നത്. ഓക്കെ, ഗംഭീര കാഴ്ചയാണ് അല്ലേ? ഗംഭീര അനുഭവമാണ് അല്ലേ? എന്താ മാഷ പേരെന്താണ്? കാലി അല്ലേ? താങ്ക് യു. ഇത് കാണുന്നുണ്ടല്ലോ, ഇതിലൂടെയാണ് താഴേക്ക് ഇറങ്ങി പോകുന്ന വഴി. മൊത്തത്തിൽ ഇതൊരു ആർക്കും എത്തിച്ചേർന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിലാണ് ഇതിനെ കാണേണ്ടത്. ധാരാളം സഞ്ചാരികൾ ഇതിലെ വരുന്നുണ്ട്.